ഇടുക്കി പെരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ മരിച്ച സോഫിയയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇത് സംബന്ധിച്ച ഉറപ്പ് കൈമാറി. സോഫിയയുടെ മകൾക്ക് സർക്കാർ ജോലി നൽകാൻ ശുപാർശ ചെയ്യാനും തീരുമാനം. അതേസമയം മൃതദേഹം മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ സംഭവസ്ഥലത്തെത്തി നൽകിയ ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് ജോസൽ സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോസൽ, എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചോ? പോസ്റ്റ്മോർട്ടത്തിലേക്ക് എപ്പോൾ കടക്കാൻ കഴിയും എന്നാണ് അറിയുന്നത്? ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അതിനുവേണ്ടി ആംബുലൻസ് അടക്കമുള്ള ഇവിടെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ മൃതശരീരം ഇപ്പോൾ ഈ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇന്നലെ മുതൽ ഈ ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുമ്പോഴത്തേക്കിന് ഇന്നലെ ഞങ്ങൾ ശരിയായ രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മാധ്യമപ്രവർത്തകരോടും പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ആനശല്യം ഇത് ഈ സമയം വരെ ആയിട്ടും ഈ പ്രദേശത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ യാതൊരു വാഹനം ഈ സംവിധാനം ഈ ബോഡി എടുത്ത് മരണപ്പെട്ട ആളുടെ ബോഡി എടുത്തിട്ട് പോയതിനു ശേഷം അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ആന അവിടെ നിൽക്കുമായിരുന്നു. അതിനെ നിർത്തി ഓടിക്കുന്നതിന് വേണ്ടി ഈ സമയം വരെയായിട്ടും ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല. അപ്പം ഇതിന്റെ സംസ്കാര ചടങ്ങിന് ശേഷം ഞങ്ങള് ശക്തമായ സമര നടപടികളുമായിട്ട് അവിടുത്തെ ബീച്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ, മുറിഞ്ഞുപുഴ ഡെപ്യൂട്ടി സ്റ്റേഷൻ എല്ലാം സംയുക്തമായിട്ട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എത്ര ആൾക്കാരെ പങ്കെടുപ്പിക്കാം അത്രയും ആൾക്കാരെ പങ്കെടുപ്പിക്കൊടുക്കാം ഞങ്ങൾ അടിയന്തരമായിട്ട് സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനം. അതിലുപരി TR&D എന്ന് പറയുമ്പോഴത്തേക്കും TR&D എസ്റ്റേറ്റിലെ തോട്ട ഉടമ ഈ സമയം വരെയായിട്ടും ഇന്നലെ വൈകിട്ട് 5:30 മരണപ്പെട്ടതാണ് ഈ സോഫിയ. ഇന്നലെ വൈകിട്ട് 5:30 മരണപ്പെട്ടതാണ് ഈ സോഫിയ ഇസ്മായിൽ. ഇന്നിപ്പോൾ സമയം 9:15 പോകുന്നു. ഈ സമയം വരെ ആയിട്ടും തോട്ട ഉടമയോ തോട്ട ഉടമയുടെ പ്രതികരിക്കുന്ന ആരെങ്കിലും ഉദ്യോഗസ്ഥരോ ഈ ഹോസ്പിറ്റലിലോ അവരുടെ വീട്ടിലോ അവരുടെ ബന്ധുമിത്രാദിലോ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും രൂക്ഷമായൊരു പ്രശ്നം. ഇത് തോട്ടത്തിനകത്ത് വെച്ച് സംഭവിച്ചതാണ്. വനത്തിനേക്കാൾ കൂടുതൽ വനമായി മാറിയിരിക്കുകയാണ് ഈ TR&D എസ്റ്റേറ്റ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞത് 3 കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന പറഞ്ഞത്. ഈ 3 കുടുംബങ്ങളെ മാറ്റി ഇന്നോ നാളെയോ മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സമയബന്ധിതമായിട്ടാണ് ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ 3 കുടുംബക്കാരെ മാറ്റി താമസിപ്പിക്കാനുള്ള കുടുംബക്കാരെ TR&D എസ്റ്റേറ്റ് ചെന്നാപ്പാറ മുകളിൽ കമ്പനി വക ലൈൻസ് ഉണ്ട്. അതിന് വാസയോഗ്യമായ റൂമുകൾ നോക്കി ഈ 3 കുടുംബക്കാരെ അവിടെ താമസിപ്പിക്കുക എന്നുള്ള സംവിധാനം TR&D ഉടമ ചെയ്യണം. കാരണം TR&Dയുടെ ഉടമയുടെ അനാസ്ഥ മൂലമാണ് അവിടെ മുഴുവൻ ആ കുടിവെള്ളം എടുക്കുന്നത്. അടിയന്തരമായിട്ട് പരിഹരിക്കണം. അത് തന്നെയല്ല തോട്ട ഉടമയുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവിടെ പ്രദേശവാസികൾ ഇതാണ് അവിടെ പ്രദേശവാസി എന്നതിൽ എനിക്ക് പറയാനുള്ളത്. ഇതാണ് അന്ന പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ TR&D എസ്റ്റേറ്റിൽ ഈ റീപ്ലാന്റേഷൻ നടക്കാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഇവിടെ ശബരിമല വനത്തിൻ്റെ ഭാഗമായിട്ട് അത് തുടർച്ചയായി ഈ നാട്ടുപ്രദേശത്തിലേക്കും കൂടി കാട് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാട്ടിലേക്ക് മറ്റു വന്യമൃഗങ്ങൾ ആനയും പുലിയും അടക്കം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശക്തമായ അതെ ജോസൽ, കളക്ടറുടെ ഉറപ്പിന്മേലാണ് മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ പ്രദേശവാസികൾ സമ്മതിക്കുന്നത്. സമയബന്ധിതമായി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നാണല്ലോ അവരുടെ ആവശ്യം. മറ്റെന്തൊക്കെ കാര്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്? വനം വകുപ്പിനെതിരെയാണ് ആരോപണങ്ങൾ ഉയരുന്നത്. തീർച്ചയായും വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിമലൻ എന്ന് പറയുന്നയാളെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നുള്ളിൽ വെച്ച് ഫയർലൈൻ തെളിക്കുന്നതിന് പോയപ്പോൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ മറയൂർ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ CPM ജില്ലാ സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് CPM ഈ വിഷയത്തിൽ പോകും. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ CPM ജില്ലാ സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ വരുന്ന 14-ാം തീയതി ജില്ലയിലെ എല്ലാ ഫോറസ്റ്റ് ഓഫീസുകളിലേക്കും പന്തം കൊളുത്തി പ്രകടനം അടക്കം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇടുക്കി ജില്ലയിൽ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട ഒരു ബാധ്യത വനം വകുപ്പിനുണ്ട്. ഈ വനാതിർത്തി പങ്കിടുന്ന മേഖലയിലെല്ലാം
ഇത്തരത്തിൽ മനുഷ്യനും വന്യമൃഗങ്ങളുമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കുകയും മനുഷ്യന്റെ ജീവൻ കവരുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 51ാമത്തെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. ഈ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിൽ നിന്ന് മുഖം തിരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ശക്തമായ പ്രതിഷേധവുമായി വരികയാണ്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പരിഹരിക്കുകയും അതുപോലെ തന്നെ RRTയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ആ പ്രദേശത്ത് ഇപ്പോൾ താമസിക്കുന്ന 3 കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കണം എന്നുള്ള ശക്തമായ നിലപാട് അവർ ഈ പൊതുപ്രവർത്തകരടക്കം കളക്ടറോട് അഭ്യർത്ഥിച്ചു. ജോസൽ, കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിൽ നിന്ന് സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സോഫിയയുടെ മൃതദേഹം അവിടെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുക.